ശ്രീകൃഷ്ണ ജ്യോതിഷാരത്തിലേക്ക് അവർക്കും സ്വാഗതം. അതായത് ഇപ്പോൾ പറയുന്നത് ഏപ്രിൽ മാസത്തെ ഫലമാണ് പറഞ്ഞത്. ഏപ്രിൽ മാസത്തിൽ ധനുക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. ധനുക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ധനുക്കൂറുകാർക്ക് നാലാമിടത്തിൽ ചൊവ്വ, നാലാമിടത്തിൽ സൂര്യൻ, ബുധൻ, രാഹു, ശുക്രൻ, ശനി, ഇതാണ് സംശയം. അതായത് കണ്ടക ശനിയുടെ തുടക്കം ഇവർക്ക് തുടങ്ങി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആറാം ഭാവത്തിൽ വ്യാഴൻ അനുകൂല സ്ഥിതിയിലല്ല എന്നുള്ളത് പറയണം. എട്ടാം ഭാവത്തിൽ ചൊവ്വ അനുകൂല സ്ഥിതിയിലല്ല. 10ൽ കേതുവാണ്. നാലാമിടത്തിൽ ഒരു 5 ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ, ശനി, രാഹു, ശുക്രൻ, ബുധൻ. ഗ്രഹയുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രഹയുദ്ധത്തിൽ ആദ്യം ജയിച്ചു പോകുന്നത് ബുധനും സൂര്യനുമായിരിക്കും, അതിനുശേഷം ശുക്രനായിരിക്കും. പക്ഷേ ഇവർക്ക് നാലാമിടത്തിൽ പൊതുവെ പറയുകയാണെങ്കിൽ നാലാമിടത്തിൽ കണ്ടകശനിയുടെ തുടക്കം തന്നെ ഒരു ഭീഷണി പോലെ ശാരീര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ശരീര ബുദ്ധിമുട്ടുകളും എല്ലാം കണ്ടകശനി തുടങ്ങിയുള്ള അപ്പോഴേക്ക് തുടങ്ങിയോ എന്നൊരു ക്ഷീണം വരും. സ്റ്റാർട്ടിങ് ആയ കുറച്ച് ആദ്യത്തെ സംഭവങ്ങളുണ്ടാകും. പിന്നെ നാലാമിടത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ കയറി നിൽക്കുകയും അവിടെ ഒരു ഗ്രഹയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ആർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന വരില്ല. അത് കാരണം ദോഷഫലങ്ങൾ ചെയ്യുന്നവർ ദോഷഫലങ്ങൾ കൂടുതൽ ചെയ്യുകയില്ല, ഗുണഫലങ്ങൾ ചെയ്യുന്നവർ ഗുണഫലങ്ങൾ അധികം ചെയ്യില്ല. കാരണം അവർക്ക് അതിനുള്ള നേരമില്ല എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സംഭവമാണ്. അത് കാരണം പൊതുവെ അവനവൻ്റെ കാര്യത്തിന് അവനവനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അത് കാരണം ദേഹ സംബന്ധമായിട്ടുള്ള നെഞ്ചുവേദന, ഇടുപ്പ് വേദന, തലവേദന എന്നീ സംബന്ധപരമായിട്ടുള്ള മേഖലകളിൽ എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ തോന്നുകയാണെങ്കിൽ ഡോക്ടറെ സമീപിച്ച് അതിനുള്ള മെഡിസിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രതിഘട്ടപരമായിട്ടുള്ള സംഭവപരമായിട്ടുള്ള അതുപോലെ തന്നെ ബന്ധുക്കളുമായി കലഹിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധു സമൂഹവുമായിട്ട് അത്ര രസത്തിലാവാനുള്ള സാധ്യതയില്ല. അവരുടെ സഹായം വല്ലതും ഉണ്ടാകാനുള്ള സാധ്യതകൾ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചീറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിൽ പാഴ്ചെലവുകൾ വരുവാനുള്ള സാധ്യതയും ചിലപ്പോൾ ഭവന നിർമ്മാണം പകുതി വഴി സ്തംഭനാവസ്ഥയിൽ വരുവാനുള്ള സാധ്യതകളും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ പരിഹാരമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. സ്തംഭനാവസ്ഥയിൽ പോകാനുള്ള കാര്യങ്ങളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധു സമൂഹങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള കാര്യമുണ്ട്. മാനസികപരമായിട്ടുള്ള പെരുമാറ്റങ്ങളും ഉറക്കം ബാധിക്കുവാനുള്ള സാധ്യത, ഉറക്കം കിട്ടാതെ വരികയും മനസ്സമാധാനം കുറയുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തികളെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധി സംബന്ധമായിട്ട് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ബുദ്ധികളും പ്രവർത്തിക്കുന്ന ബുദ്ധികളും അത്ര ഹീനമായിരിക്കില്ല. അതുപോലെ ദോഷം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അവനവൻ്റെ ബുദ്ധിയിൽ ഒന്നും തെളിഞ്ഞു വരില്ല. ആരോഗ്യം ക്ഷയിക്കാനുള്ള സാധ്യതയുണ്ട്. രക്തസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുവാനുള്ള സാധ്യതകളുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ഭൂമി വിൽക്കാൻ കഴിയാതെ വരുന്നതായിട്ട് മാനസികപരമായിട്ട് പിരിമുറുക്കം, കടബാധ്യതകളിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം കടബാധ്യതകൾ മുന്നിട്ട് കയറി നിന്ന് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക. 6ൽ വ്യാഴം നിൽക്കുന്ന കാരണം ഉപദ്രവങ്ങൾ ഉണ്ടാവുക, ശത്രുക്കളുടെ കയറ്റങ്ങൾ ഉണ്ടാവുക സാധ്യത, ഇങ്ങനെയൊക്കെയുള്ള വരാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. എന്നിരുന്നാലും പറയുന്നത് കർമ്മസ്ഥാനത്തിൽ തടസ്സങ്ങൾ വരിക, തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രതികൂലാവസ്ഥ, അനുകൂലാവസ്ഥ വിട്ട് പ്രതികൂലാവസ്ഥ, ജോലി വിട്ടുപോകാനുള്ള ഒരു തോന്നലുണ്ടാവുക, അല്ലെങ്കിൽ ജോലി ഭയങ്കര ബുദ്ധിമുട്ടുകൾ തോന്നുക, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവുക, ഇങ്ങനെയെല്ലാം വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ വ്യാഴവും ശനിയും അനുകൂലത്തിലല്ല, മറ്റു ഗ്രഹങ്ങളും അനുകൂലത്തിൽ അത്രയ്ക്ക് അനുകൂലത്തിലല്ല എന്നൊക്കെയാണ് പറയുന്നത്. വാഹന സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വലിയൊരു കുഴപ്പമില്ലാതെ പോകും. എന്നിരുന്നാലും ദോഷം തന്നെയാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ മെക്കാനിക്കൽ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും എല്ലാ മേഖലയിലും പ്രവർത്തിക്കണം. ഇവർക്ക് ചെയ്യേണ്ട പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ ശാസ്താവിങ്കൽ എള്ള് പായസം, നീരാഞ്ജനം, നെയ്വിളക്ക്, ഈ 3 വഴിപാടുകൾ നടത്തുന്ന മൂലം ദോഷങ്ങൾ കുറഞ്ഞു വരും. അതുകൂടാതെ തന്നെ ശിവനെങ്കിൽ ധാരാവിളക്ക്, മാല എന്നിവയും, ഭഗവതി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം, അല്ലെങ്കിൽ ഒരൊറ്റ വഴിപാട് ഭഗവതി സേവ, ഈ 2ൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഇത് 2ൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണും. ഈ പറഞ്ഞിരിക്കുന്ന ദോഷങ്ങളെല്ലാം കുറഞ്ഞു വരുവാറുണ്ട്. അതുപോലെ തന്നെ മഹാവിഷ്ണു പ്രീതി, ഈ മാസത്തിൽ ചെയ്യേണ്ട പരിഹാരങ്ങൾ ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ളുപായസം, 3 3 കഴിക്കുക നല്ലത്. അല്ലെങ്കിൽ നെയ്വിളക്കും നീരാഞ്ജനം നിർബന്ധമായിട്ടും കഴിക്കണം. മഹാവിഷ്ണുവെങ്കിൽ മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസം, സഹസ്രനാമാർച്ചന, ഇതും ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം, കടുകിന പായസം, രക്തപുഷ്പാഞ്ജലി, അഥവാ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഭഗവത് സേവ,
ഇതെല്ലാം കൂടി ചെയ്യുകയാണെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ഈ 3 വഴിപാടുകൾ നിർബന്ധമായി ചെയ്യണം എന്നുള്ള പറയുന്നത്. ഈ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴിപാടുകളെല്ലാം ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അത് ഇന്ന ആഴ്ച എന്ന് പറയുകയാണെങ്കിൽ ശനിയാഴ്ച ആണ് അയ്യപ്പന് ചെയ്യേണ്ടത്, മഹാവിഷ്ണു ആണെങ്കിൽ വ്യാഴാഴ്ച ചെയ്യേണ്ടത്, ഭഗവതിക്കാണെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യണം. ഇന്ന ആഴ്ച ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരുമിച്ച് ചീട്ടാക്കിയാലും അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്താലും മതിയാവുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പരിഹാരം നിർബന്ധമായി ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷാദിക്ക് അങ്ങനെ കുറഞ്ഞ് പകുതിയായിട്ട് വരും, അല്ലാതെ ഇല്ലാതാവില്ല എന്നുള്ള ഉറപ്പ് പറയാം. പകുതിയായി കുറഞ്ഞു വരും. ജാതകത്തിൽ വളരെ ദശാകാലം അപകാരകാലം നല്ലതാണെങ്കിൽ ഈ ദോഷാധിക്യത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. നമസ്കാരം.